ഇന്ന് ഞങ്ങളുടെ പള്ളിയിലെ കാറ്റീസം ടീച്ചേഴ്സിന്റെ ട്രിപ്പായിരുന്നു കേട്ടോ. സ്ഥലമൊക്കെ എവിടെയാണെന്ന് നിങ്ങക്ക് വഴിയേ മനസ്സിലാവും. പോകുന്ന വഴിക്ക് അന്താക്ഷരിയൊക്കെ കളിച്ച് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായപ്പോ വണ്ടി നിർത്തി ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുപോയ ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ചപ്പാത്തിയും കറിയൊക്കെ ആയിരുന്നു. പിന്നെ ശേഷം തിരിച്ച് വണ്ടിയിൽ കയറി കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തപ്പോ നമ്മൾ എത്തിയത് നമ്മുടെ അടിപൊളി വ്യൂ പോയിന്റ് ഉള്ള 9ാം വളവിലാട്ടോ. അവിടെ ഞാനൊരു ഫോട്ടോ കാണിച്ചെന്നാ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും ഇതേതാ സ്ഥലം എന്ന്. വേറെ എവിടെയല്ല, നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് അട്ടപ്പാടി ആട്ടോ. അട്ടപ്പാടിയില് ദേ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ പോയത് ജെല്ലിപ്പാറയുള്ള ഒരു പള്ളിയിലായിരുന്നു കേട്ടോ. ആ പള്ളിയുടെ മുറ്റത്തൊക്കെ ആണെങ്കിൽ നിറച്ച് അത്തിപ്പഴം. അതാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ടീച്ചേഴ്സ് അതിന്റെ അടുത്തുനിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് നമ്മള് വീണ്ടും അതിന്റെ അടുത്തുള്ള മഠം വരെ പോയി. മഠത്തിലെത്തിയപ്പോ ദേണ്ട നിക്കണു നമ്മുടെ റീത്ത സിസ്റ്റർ. നമ്മുടെ പള്ളിയിലായിരുന്നു സിസ്റ്റർ ആദ്യം ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇവിടേക്ക് മാറി വന്നതായിരുന്നു. പിന്നെ നമ്മളൊരു ഗ്രോട്ടോയിലൊക്കെ കയറി. പിന്നെ ഈ പാട്ടായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. നമുക്ക് ആദ്യം പണി കിട്ടിയത് ഈ പാട്ടിൽ നിന്നും ഈ പോകുന്ന സ്ഥലത്ത് നിന്നും കേട്ടോ. പണി എന്താന്നല്ലേ, ഒരു ഉഗ്രം പണിയായിരുന്നു. പാട്ട് പാടിയത് ബസ്സിന് ഇഷ്ടപ്പെടാത്തോണ്ടാണോ ബസ് ഡ്രൈവർക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണോ എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. വണ്ടി അങ്ങോട്ട് അനങ്ങനില്ല, ബാക്കിലോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഒരു നിവർത്തിയില്ലാണ്ട് എല്ലാ ടീച്ചേഴ്സും കൂടി ആഞ്ഞു പിടിച്ചങ്ങ് തള്ളി. അങ്ങനെ വണ്ടി ഞങ്ങള് ഒരു വിധത്തില് അവിടുന്ന് കയറ്റി ചുരത്തിലെത്തി. വണ്ടി നിന്നുള്ള അവസ്ഥ പറയണോ. പിന്നെ നേരെ പോയത് നല്ല സിംഗാന്ന് പേരുള്ള ഈ സ്ഥലത്താട്ടോ. ഇതെനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി. കുറെ കാറ്റാടിയൊക്കെ ഉള്ള ഒരു സ്ഥലം. കറക്റ്റ് ഞങ്ങൾ അവിടെ എത്തിയപ്പോ നല്ലൊരു മഴയും പെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് മുകളിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല. പകുതി വരെ കണ്ടിട്ട് ഞങ്ങൾ അതേപോലെ തന്നെ തിരിച്ച് വണ്ടിയിൽ കയറി. കുറച്ചു നേരം നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തു. പിന്നെ നമുക്ക് ചെറുതായിട്ട് വിശപ്പിന്റെ വിളി വന്നപ്പോ തിരിച്ചു വരുന്ന വഴിക്ക് വേറൊരു പള്ളിയിൽ കയറിയിട്ട് നമ്മൾ കൊണ്ടുപോയ ഫുഡൊക്കെ നിരത്തി വെച്ചു. ഒരു സദ്യക്കുള്ള അത്രയും കറികൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ടീച്ചേഴ്സും കൂടി കൊണ്ടുവന്നപ്പോ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത പാർട്ടിൽ പറയാം. അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.